ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം. നമ്മൾ സ്പിരിച്വൽ കിങ്ഡം, ആത്മീയ രാജ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. 3 ടൈപ്സ് ഓഫ് കിങ്ഡമാണ്. പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ എന്നുള്ള പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഈ മെസ്സേജ് വരുന്നത്. സോ ഹു ആർ പാർട്ടേക്കേഴ്സ് ഓഫ് ദ സ്പിരിച്വൽ കിങ്ഡം? ആരൊക്കെയാണ് സ്പിരിച്വൽ കിങ്ഡം? ഈ ആത്മീയ ലോകത്തിന്, ആത്മീയ രാജ്യത്തിന് അർഹതയുള്ളവർ ആരാണ് എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാനസാന്തരപ്പെട്ട് ബാപ്റ്റിസം എടുത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാണ് അവിടെ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി ആ രാജ്യത്തിന് ഒരു ദത്തവകാശിയായിട്ട് ദൈവം അവരെ സ്വീകരിക്കുന്നത്. സോ അതിന് ഞാൻ കണക്ട് ചെയ്തല്ലോ, പാസ്പോർട്ട്, ടിക്കറ്റ്, വിസ. സോ ഫോറിൻ കൺട്രീസിൽ പോകാൻ നമുക്കിത് 3 വേണമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ അടുത്ത മാസം ഞാൻ ഇന്തോനേഷ്യ പോകും, തായ്ലൻഡ് പോകും, അങ്ങനെ അനേക ദേശത്തേക്ക് ഞാൻ ഫ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് 3 കാര്യം വേണം. നമ്മുടെ പാസ്പോർട്ട് ആദ്യം വേണം, പിന്നെ ടിക്കറ്റ് എടുക്കണം, പിന്നെ വിസ വേണം. 3 ഇല്ലാതെ അവിടെ പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ സ്വർഗരാജ്യത്തിലേക്ക് പോകാനായിട്ട് നമുക്ക് ഈ 3 സ്പിരിച്വൽ പാസ്പോർട്ട്, ആത്മീയമായൊരു പാസ്പോർട്ട്, ഒരു ടിക്കറ്റ്, ഒരു വിസ വേണം. അപ്പം ആ റിപ്പൻറ്റൻസ്, അതാണ് മാനസാന്തരം. പിന്നെ പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ മാനസാന്തരം, ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ബാപ്റ്റിസം എടുക്കുന്നത്, വാട്ടർ ബാപ്റ്റിസം. വിസ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, ആത്മാവിൻ്റെ ബാപ്റ്റിസം. അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ജീസസ് ഈസ് ദ ബാപ്റ്റൈസർ ഓഫ് സ്പിരിറ്റ് ആൻഡ് ഫയർ. നമുക്ക് പരിശുദ്ധാത്മാവ് അഭിഷേകം വേണമെങ്കിൽ ജീസസിനോട് ചോദിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? റിപ്പൻറ്റ് ആൻഡ് ബാപ്റ്റൈസ്, ദെൻ യു വിൽ ഗെറ്റ് ദ ഹോളി സ്പിരിറ്റ് എന്ന് അപ്പോസ്തലപ്രവൃത്തി 2:37 അപ്പോസ്തലൻ പറയുന്നുണ്ട്, പത്രോസ്ലിയ പറയുന്നുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അവർ ചോദിച്ചപ്പോൾ നിങ്ങൾ മനസ്സാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിൽ വിശ്വസിച്ചാൽ അന്നേരം പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞു. സോ പരിശുദ്ധാത്മാവ് ആരാണ്? പരിശുദ്ധാത്മാവ് ഓംനിപ്പൊട്ടൻ്റ്, ഓംനിപ്രസൻറ്റ്, ഓംനിപ്സൻറ്റ് ഗോഡാണ്. അല്ലാതെ ഇതെന്നൊന്നും ആർക്കും പറയാൻ സാധിക്കില്ല. ഫയറിനോട്, ഒരു തീയോട് ഉപമിച്ചിട്ടുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. പിന്നെ വിൻഡ്, കാറ്റിനോട് ഉപമിച്ചിട്ടുണ്ട്. പിന്നെ ഒരു വെള്ളം, വാട്ടറിനോട് ഉപമിച്ചിട്ടുണ്ട്. പിന്നെ ഡവ്, അതായത് പ്രാവിനോട്. അങ്ങനെ ഓരോ സാമ്യപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് അതൊക്കെ കാണുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവ് ഒരു പേഴ്സണാണ്, ഒരു വ്യക്തിയാണ്. നമ്മുടെ കൂടെ ഇരിക്കാൻ വേണ്ടി ജീസസ് പോയി പിതാവിനോട് ചോദിച്ച് നമുക്ക് അയച്ച വ്യക്തിയാണ്. എല്ലാവരും പറ, ഒരു വ്യക്തിയാണ് എൻ്റെ കൂടെ നടക്കുന്ന, എൻ്റെ കൂടെ നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ സാധിക്കും, നമുക്കെല്ലാം സംഭാഷിക്കാൻ സാധിക്കും. പരിശുദ്ധാത്മാവേ, എന്നെ ഇതിന് സഹായിക്കണമേ, എൻ്റെ കൂടെ നടക്കണമേ, എൻ്റെ പണിയിലെല്ലാം എക്സലൻ്റ് ആകും, എന്നെ സഹായിക്കണമേ, എൻ്റെ ഡ്യൂട്ടിയെല്ലാം നല്ലപോലെ ചെയ്യാൻ സഹായിക്കണമേ, പിന്നെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ സഹായിക്കണമേ, പരിശുദ്ധ ജീവിതം നയിക്കാൻ സഹായിക്കണമേ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു നല്ല ഹെൽപ്പറാണ് പരിശുദ്ധാത്മാവ്. യോഹന്നാന്റെ സുവിശേഷം 14:16 യേശു പറയുകയാണ്, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും, എല്ലാവരും പറഞ്ഞ് എന്നേക്കും നമ്മളോട് കൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും എന്ന്. സോ ജീസസ് ഈസ് സെയിങ്, ഐ വിൽ പ്രേ ടു ദ ഫാദർ ആൻഡ് ഹി വിൽ ഗിവ് യു another helper that he may abide with you forever. സോ പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെ നിത്യം ഇരിക്കാനാണ് യേശു നമുക്ക് പരിശുദ്ധാത്മാവിനെ പിതാവിനോട് ചോദിച്ച് തന്നത്. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടി ഇരിക്കുമെന്ന് പറഞ്ഞു. യേശു പോകുന്നതിന് വേണ്ടി, സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് മത്തായിയുടെ സുവിശേഷം 28:20 പറയുന്നു, ഇതാ ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടി ഇരിക്കുമെന്ന്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ യേശുവാണ് വരുന്നത്, യേശുവിനെ റെപ്രസെൻ്റ് ചെയ്യുകയാണ്. അപ്പം ജീസസ്, ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് ഈസ് ഓൾവേസ് ടുഗെദർ, യു കനോട്ട് സെപ്പറേറ്റ് ദം. സോ പരിശുദ്ധാത്മാവിനോട് നമ്മൾ കൂട്ടുപിടിക്കുമ്പോൾ പിതാവുണ്ട്, പുത്രനുണ്ട്. സോ ജീസസ് ഈസ് സെയിങ്, ഐ വിൽ ബി വിത്ത് യു, ഐ വിൽ കം ടു യു. ഞാൻ വീണ്ടും വരും. ആത്മാവ് വരുമ്പോൾ ഞാനും വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ, പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് എല്ലാവർക്കും കൊടുത്തില്ല. സ്പെഷ്യൽ ചോസൺ വൺസാണ്. ദൈവം തിരഞ്ഞെടുത്തവർക്ക് മാത്രമേ ആ പരിശുദ്ധാത്മാവിനെ കൊടുത്തിരുന്നുള്ളൂ. ആ പരിശുദ്ധാത്മാവ് എന്നേക്കും അവരിൽ കാണുകയില്ല. എത്ര ദൈവം കൊടുത്ത അസൈൻമെൻറ്റ്, അതായത് ഇപ്പോൾ ഒരു ജഡ്ജാണെങ്കിൽ, കിങ് ആണെങ്കിൽ, പ്രോഫറ്റ് ആണെങ്കിൽ, അവരുടെ അസൈൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് ആത്മാവ് അവരിൽ നിന്ന് എടുക്കും. അങ്ങനെയായിരുന്നു പഴയ നിയമത്തിൽ. പക്ഷേ യേശു പരിശുദ്ധാത്മാവിനെ അയച്ചു കഴിഞ്ഞ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ആത്മാവ് വന്നു കഴിഞ്ഞ്
ആ ആത്മാവ് നമ്മളിൽ നിത്യം വസിക്കും. എന്ത് ഹാപ്പിയാണല്ലേ നമ്മൾ. പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മൾ വസിക്കുമെന്ന്, നമ്മുടെ കൂടെ നടക്കുമെന്ന്. യു ഹാവ് ടു മേക്ക് ഹിം എ ലൈഫ് പാർട്ട്ണർ, യു ഹാവ് ടു മേക്ക് ഹിം എ സീനിയർ പാർട്ട്ണർ. അതുകൊണ്ടാണ് ഞാൻ എണീക്കുമ്പോഴേ ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്, ഐ നീഡ് യു, എൻ്റെ കൂടെ വരണം, എന്നെ സഹായിക്കണം, ഇന്ന് എക്സലൻറ്റ് ചൈൽഡ് ഓഫ് ഗോഡ് ആകണം, ഇന്ന് എല്ലാം ചെയ്യുന്നതിൽ എനിക്ക് വിജയം തരണം, സക്സസ് തരണം, സാത്താനെ ചെറുക്കുവാനുള്ള ശക്തി തരണം. ഇങ്ങനെയെല്ലാം നമ്മൾ പ്രാർത്ഥിച്ച് വേണം നമ്മുടെ ദിവസം തുടങ്ങുവാൻ. അപ്പം നമുക്കെല്ലാവർക്കും ഒരു സഹായിയെ വേണം അല്ലേ. വേറൊരു വ്യക്തിയുടെ സഹായമില്ലാതെ ഇവിടെ ആർക്കും ജീവിക്കാൻ പറ്റുകയില്ല അല്ലേ. വെൻ വി ഡു സ്ട്രെയിനസ് വർക്ക്, വലിയ ഹാർഡ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് ആരെങ്കിലും വന്ന് നമ്മളെ സഹായിക്കുമ്പോൾ, അതിനൊരു ഹെൽപ്പിംഗ് ഹാൻഡ് തരുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമാണ്. വി ആർ റിലീവ്ഡ്, റൈറ്റ്? അങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ഈസ് ഗിവൺ ടു അസ് ആസ് എ ഹെൽപ്പ്. യോഹന്നാന്റെ സുവിശേഷം 15:26 യേശു പറയുകയാണ്, ഐ വിൽ സെൻഡ് യു എ ഹെൽപ്പ് ഹു വിൽ ബി വിത്ത് യു ഫോർ ഓൾവേസ് എന്ന്. സോ അങ്ങനെ നമ്മളെ സഹായിയാണ്. ഗോഡ് ഈസ് എ ഹെൽപ്പർ, ഈസ് എ ഹെൽപ്പർ. അങ്ങനെ വാട്ട് ഡസ് എ ഹെൽപ്പർ ഡു? എന്താണ് നമ്മൾ ഒരു ഹെൽപ്പർ ചെയ്യുന്നത്? ഈ അസിസ്റ്റൻസ് ഇൻ എവരിത്തിങ് അല്ലേ. എല്ലാത്തിലും നമ്മളെ സഹായിക്കുന്ന ഒരു ഹെൽപ്പറാണ് ഹോളി സ്പിരിറ്റ്. എന്നിട്ട് ഹോളി സ്പിരിറ്റ് എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത്? ഈ ഹെൽപ്സ് us to pray. റോമൻസ് 8:26-27 അങ്ങനെ പറയുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:26 പറയുന്നു, നമ്മളെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പിന്നെ പരിശുദ്ധാത്മാവ് ഹിൽ ഹെൽപ്പ് us to lead a sanctified life, holy life. നമുക്ക് തന്നെ പരിശുദ്ധ ജീവിതം ജീവിക്കാൻ ഒരിക്കലും സാധിക്കില്ല. എന്ന് പറഞ്ഞാൽ സാത്താൻ ഇങ്ങനെ അലർന്ന സിംഹം പോലെ ഇങ്ങനെ ആരെ വിഴുങ്ങേണ്ടെന്ന് പറഞ്ഞ് ഓടാടി നടക്കുകയാണ് ഈ ലോകത്ത്. നമ്മളെ എല്ലാം ടെംപ്റ്റ് ചെയ്യാൻ, നമ്മളെ വീഴ്ത്താൻ വേണ്ടിയിട്ട് തന്നെ നോക്കി നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഹോളി സ്പിരിറ്റിനെ കൂട്ടായി പിടിച്ചാൽ ഹോളി സ്പിരിറ്റ് വിൽ അസിസ്റ്റ് us. നമ്മൾ അതെല്ലാം ജയിക്കുവാനുള്ള ശക്തി പരിശുദ്ധാത്മാവ് നമുക്ക് തരും. പിന്നെ എല്ലാ ആക്ടിവിറ്റീസിലും നമുക്കിപ്പോൾ ചെറിയ ആക്ടിവിറ്റിയാണ്. കുക്കിങ്ങിലാണെങ്കിൽ എക്സലൻറ്റ് കുക്ക് ചെയ്യാം, പഠിക്കാനാണെങ്കിൽ പിള്ളേർക്ക് പഠിക്കുവാനും വിസ്ഡം തരും, റെവലേഷനാണ്, എല്ലാം തരുന്നത് പരിശുദ്ധാത്മാവാണ്. സോ ഹോളി സ്പിരിറ്റിനെ പറ്റി പഠിച്ചു കഴിഞ്ഞ് ഞാൻ എപ്പോഴും ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഞാൻ ചോദിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പ്രീച്ച് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ബൈബിളോ നോട്ട്സോ ഒന്നും എടുക്കാറില്ല. ബൈബിൾ ഉണ്ടാകും, പക്ഷേ അത് തുറന്ന് വായിക്കില്ല, നോട്ട്സ് എഴുതിയില്ല, ലാപ്ടോപ്പോ ഫോണോ അങ്ങനെയൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. യേശു അതാ പറഞ്ഞു, നിങ്ങൾ നിന്നാൽ മതി, എൻ്റെ നാമത്തിൽ ആത്മാവ് പറയുന്നു നിങ്ങൾ സദസ്സിനോട് അവരോട് പറയണം എന്ന്. അത് ഞാനും വിശ്വസിക്കുന്നു. യേശു അങ്ങനെയാണ് പ്രീച്ച് ചെയ്തത്, അപ്പോസ്റ്റൽസൊക്കെ അങ്ങനെയാണ് ബൈബിളിൽ പ്രീച്ച് ചെയ്തത്. അപ്പോൾ എല്ലാത്തിലും ആത്മാവിൻ്റെ സഹായം നമ്മൾ എടുക്കണം. ഐ ടേക്ക് ഈ സെൽഫ് ഫ്രം മോർണിംഗ് ടിൽ ഈവനിങ്. ഐ ഡോണ്ട് നോ അബൌട്ട് യു. നിങ്ങളെപ്പറ്റി അറിയില്ല, ഞാൻ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഹോളി സ്പിരിറ്റ് ഐ വെൽക്കം യു, ഗുഡ് മോർണിംഗ്, ബി വിത്ത് മീ, ഹെൽപ്പ് മീ ടു ഗ്ലോറിഫൈ ജീസസ്, ഹെൽപ്പ് മീ ടു ലീഡ് എ സാങ്ക്ടിഫൈഡ് ലൈഫ്, ഹെൽപ്പ് മീ ടു ഡു ഓൾ മൈ വർക്ക്, ഡിയർ ഹോളി സ്പിരിറ്റ്. എല്ലാം നല്ലപോലെ ചെയ്യുവാൻ, എക്സലൻ്റായിട്ട് ചെയ്യാൻ എല്ലാം സഹായിക്കണമേ. പരിശുദ്ധമായി സാത്താനെ ചെറുത്ത് നിൽക്കാൻ സഹായിക്കണമേ. ഇങ്ങനെ എപ്പോഴും നിങ്ങൾ ഹോളി സ്പിരിറ്റിനോട് സംസാരിച്ചു കൊണ്ടിരിക്കണം. നമ്മളോട് കൂടെ വസിക്കുവാൻ, എല്ലായ്പ്പോഴും വസിക്കുവാൻ വേണ്ടി ഒരു ഹെൽപ്പറായിട്ട് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നു. എത്ര സന്തോഷമാണല്ലേ. ഹോളി സ്പിരിറ്റിനോട് കൂടി നടന്ന് ഒരു ജയജീവിതം നയിക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്. കർത്താവേ എന്നെ സഹായിക്കണമെന്ന് കൈകൾ ഉയർത്തി പറഞ്ഞ് ഹോളി സ്പിരിറ്റ് ഐ നീഡ് യുവർ ഹെൽപ്പ് എന്ന് പറ. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു യു ഹോളി സ്പിരിറ്റ് ദാറ്റ് യു ചൂസ് ടു ഡ്വെൽ ഇൻ മൈ ബോഡി. എൻ്റെ ശരീരത്തിൽ നീ വസിക്കുന്നതിനാൽ ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ എൻ്റെ ഹെൽപ്പറായിരിക്കും, എൻ്റെ ഫ്രണ്ടായിട്ട് എൻ്റെ കൂടെ എപ്പോഴും ഉള്ളതിനാൽ ഞാൻ സന്തോഷിക്കുന്നു. കർത്താവേ നന്ദി എന്ന് പറയാം യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ടേക്ക് ഹോളി സ്പിരിറ്റ് ആസ് യുവർ ഹെൽപ്പർ.